ഏയ് നീ ആരുടെ കൂടെയാ വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ഗസ് ചെയ്തേ? സൽമാൻ ഖാൻ. ആര്യാർ? ആർക്കിടെക്ട് ബാലകൃഷ്ണ ദോഷി. ബോസ് എന്നോട് വരാൻ പറഞ്ഞു, വേഗം വാ. Guess what? We are working with the Balakrishna Doshi. Would you like to work with him? Yes, sir. He's a hero. What about me? Only after you, sir. Oh, he's my hero too. Are you ready to go? Yeah. Get ready to go to Ahmedabad. Congratulations. Thank you, sir. Thank you, sir. Can you believe it? Yes. Guys, I'm working with Balakrishna Doshi. Hi. ഹായ്, എവിടെയാ? ഞാനോ ഓഫീസിലാ. നന്നായി. നിന്നെ വിശ്വസിച്ച് ഞാൻ ആ കോഫി ഷോപ്പിൽ വന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? എന്താവുമായിരുന്നു? തലയ്ക്ക് ചൂട് പിടിച്ചേനെ. ആരെങ്കിലും വെട്ടിക്കൊല്ലാൻ തോന്നിയനെ. ഭ്രാന്തനെ പോലെ തന്നെത്താൻ ഇരുന്ന് സംസാരിച്ചനെ. പിന്നെ ഫോൺ ചെയ്യണോ വേണ്ടെന്ന് ആലോചിച്ച് ഒടുവിൽ ഫോൺ ചെയ്തേനെ. അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണോ? സോറി. 2 കോഫിയും ഒരു ലൈം ജ്യൂസും കുടിച്ചു. 15 മിനിറ്റ്സിൽ ഞാനിവിടെ ഉണ്ടാവും. വെയിറ്റ് ചെയ്യാമോ? ഓക്കെ പക്ക? പക്ക. ലിഫ്റ്റ് ഓപ്പണായി. ഞാൻ ദേ അകത്ത് കയറി കഴിഞ്ഞു. 0 പ്രസ് ചെയ്തു. യെസ്, ലിഫ്റ്റ് ദേ താഴേക്ക് പോകുന്നു. താഴെ എത്താറായി. ഓട്ടോയിൽ കയറി നേരെ അവിടെ എത്തും 5 മിനിറ്റ്സ്. ഹലോ, ഇവിടെ ഇരിക്കണോ? ഓടിപ്പോയി അവിടെ വെയിറ്റ് ചെയ്യട്ടെ. ഇതാണോ നിന്റെ ഐഡിയ ഓഫ് ജോക്ക്? ഇത് ജോക്കല്ല, കോഫി ടൈം. ഞാൻ വേണമെങ്കിൽ ബൈക്ക് ഉരുട്ടിക്കൊണ്ട് നടന്നു വരട്ടെ. ഓഫീസിൽ എന്ത് പറഞ്ഞിട്ടാ വന്നത്? ഒരു മലയാളി പൗരനോടൊപ്പം കോഫി ഷോപ്പിൽ കഞ്ഞി കുടിക്കാൻ പോകുന്നു. വാ. ആരാ സേട്ട് ഹീറോ? നമ്മളെ തന്നെ നോക്കുന്നുണ്ടല്ലോ. നീ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടില്ലേ? ആ ന്യൂജൻ വില്ലൻ. ഇവന് വേണ്ടിയിട്ടാണോ ട്രെയിൻ മുടക്കാൻ നോക്കിയേ? ചുമ്മാ അവനെ പേടിപ്പിച്ചതാ. അവൻ തിരിഞ്ഞു നോക്കൂന്നറിയാൻ. അവൻ നോക്കിയില്ല, നീയേ നോക്കിയുള്ളൂ. ദേ വരുന്നുണ്ട്. എന്താ ഫ്ലാഷ് ബാക്ക്? ഫ്രണ്ടാ. പെട്ടെന്നൊരു ദിവസം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പുറകെ കൂടി. പറ്റില്ലെന്ന് പറഞ്ഞു. വിടാതെ പിന്നാലെ വന്നു. നീ ഓക്കെ പറഞ്ഞോ? ഇല്ല. അവനെന്തിനാ ഇങ്ങനെ പുറകെ നടക്കുന്നതെന്ന് കണ്ടുപിടിച്ചു ഞാൻ. എന്തിനാ? എന്റെ ഫ്രണ്ട് രത്നയോട് എന്നെക്കുറിച്ച് അവൻ അന്വേഷിച്ചിരിക്കുന്നു. അമ്മയാരാ, അച്ഛനാരാ, നാട്ടിൽ എത്ര സമ്പത്തുണ്ട് എന്നൊക്കെ. സോ അവൻ എന്നെ കെട്ടാൻ വേണ്ടിയല്ല, ഒരു ബാലൻസ് ഷീറ്റ്. എന്നിട്ട് നീ എന്ത് ചെയ്തു? കല്യാണത്തിന് ഓക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞു? പക്ഷെ അമ്മയുടെ അടുത്ത് നിറങ്ങിപ്പോരും. അവരൊരു പൈസ പോലും തരില്ല. അവൻ വേണോ എന്നെ നോക്കാനെന്ന് പറഞ്ഞു. ബാഗ് അടിച്ചു. ട്രെയിനിന്റെ മുമ്പിൽ ചാടുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. അപ്പോഴാണ് നീ വന്നത്. നാളെ മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓ യെസ്. എവിടെ? അഹമ്മദാബാദ്. ഓഫീസ് വർക്ക്, കച്ച് എക്സ്പ്രസ്. അപ്പൊ എപ്പോ? ഭവാനി ആൻറ്റിയും ഗണപതിയെങ്കിലും എങ്ങനെയാ കല്യാണം കഴിച്ചത്?
ഗണപതി അങ്കിളും ആന്റിയും എങ്ങനെയാ കല്യാണം കഴിച്ചതെന്ന്. നോക്ക്, ദേഹണ്ണക്കാരനെ പോലെ വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അയാളോട് ചോദിക്ക്. എങ്ങനെയാ അങ്കിൾ ബഡി ആന്റിയെ വെട്ടിലാക്കിയത്? നാണിക്കൊന്നും വേണ്ട ഗണപതി. ഞാൻ ജോലി കിട്ടി വന്നതാ. എനിക്കാണെങ്കിൽ ഇവിടുത്തെ ഭാഷ തീരെ വശമില്ലായിരുന്നു. അപ്പം ഷൺമുഖാനന്ദ സഭയിൽ ഭവാനിയുടെ കച്ചേരി. അന്ന് നിനക്കൊരു 20 വയസ്സുണ്ടാവുമോ? 19. അസലായിട്ട് പാടും. പണ്ട് ഞാൻ കാണാൻ എങ്ങനെയായിരുന്നു അതുകൂടി പറയ. സ്റ്റാർ, വലിയ സ്റ്റാർ. ഇയാളുടെ എല്ലാ കച്ചേരിക്കും പോകുമായിരുന്നു. ചേട്ടന്റെ വീട്ടില് പട്ടിക്ക് പേ പിടിച്ചു. സുരേന്ദ്രൻ എന്നൊരു ഫ്രണ്ട്, അവനും എൻ്റെ കൂടെ വരുമായിരുന്നു. വലിയ ഡോക്ടറാ, പക്ഷെ സംഗീതം വശമില്ല. ഭവാനിയെ വീഴ്ത്താനാ വന്നിരുന്നത്. ആഹാ, നിങ്ങൾ കണ്ണും പൂട്ടി പാട്ട് കേൾക്കായിരുന്നു ഗണപതി. സുരേന്ദ്രൻ ഭവാനിക്കൊരു കത്തെഴുതി. ലവ് ലെറ്റർ. അവൻ ആ കത്ത് നേരിട്ട് ഇയാളുടെ കൈ കൊടുക്കാൻ ഒരു മടി. എൻ്റെ കൈ തന്നിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് കൊടുത്തു. എന്നാൽ ആ മണ്ടൻ സുരേന്ദ്രൻ ആ കത്തിൽ അവൻ്റെ ഒപ്പിടാൻ മറന്നു. ഞാൻ എന്താ കരുതുക, ഗണപതി അങ്കിളാണ് ആ കത്ത് തന്നതെന്ന്. പിന്നല്ലാതെ കാണാൻ ഡാർക്കാണെങ്കിലും ഹാൻസം ആയിരുന്നു. കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ ഭവാനി. കാർവണ്ണൻ. ഒരു ദിവസം പെട്ടെന്ന് എന്നെയും കൂട്ടി ആ കത്തുകളൊക്കെ എടുത്ത് ഇയാളുടെ അച്ഛൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി. 3-ാം മാസത്തിൽ കല്യാണം, നാട്ടിൽ വെച്ച് തന്നെ. ചേർന്ന് നിൽക്കൂ ബഡീസ്. ലൈഫിൽ എപ്പോഴും സെക്കൻഡ് ചാൻസ് കിട്ടില്ല. കിട്ടിയ ഉടനെ പിടിച്ചോണം. ആ സ്മൈൽ ബഡീസ്, സ്മൈൽ. You have to tell him something, man. He's been doing this for such a long time now. നീ എന്താ ഇവിടെ? ഈ ട്രെയിൻ എങ്ങോട്ടാ പോകുന്നേ? അഹമ്മദാബാദ് അല്ലേ? എന്തിനാ? സൈറ്റ് സീയിങ്. കൊള്ളാലോ. ഇതെന്താ നിന്റെ സ്ഥിര ഹോബിയാണോ? സൈറ്റ് സീയിങ് പോകുന്നതോ? പെമ്പിള്ളേരുടെ പുറകെ നടക്കുന്നത്. കൊച്ചിലേ തൊട്ട്. അങ്ങനെയാണോ? എത്ര എണ്ണമായി? കണക്കൊന്നും വെച്ചിട്ടില്ല. ചുമ്മാ പറയൂ. പെണ്ണിനെ ഒന്ന് തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല. അതും ശരിയായിരിക്കാം. ടിക്കറ്റ് എങ്ങനെ കിട്ടിയത്? ടിക്കറ്റ് എടുത്തിട്ടില്ല, സമയമില്ല. പിടിച്ചാലോടാ? പിടിച്ച പിടിയിലായി. ശരി വാ. പോവാതെ. ഏയ്, ഇവിടെ നിൽക്കുക. അവരെല്ലാരും അവിടെ വെയിറ്റ് ചെയ്യാം. എന്തിന്? വന്ന് അന്വേഷിക്കും അവര്. അന്വേഷിക്കട്ടെ. ശരി, അന്വേഷിക്കട്ടെ.